മുൻപൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു സിനിമ കണ്ട് അല്ലെങ്കിൽ അതിൽ ഏതെങ്കിലും ഒരു രംഗം കണ്ട് കരയാനുള്ള ബ്രെയിൻ സെൽസ് ഒന്നും ഇന്നെന്റെ തലയിൽ ബാക്കിയില്ലെങ്കിലും ചെറുപ്പത്തിൽ ഞാൻ കരഞ്ഞിട്ടുണ്ട്. അതിനൊരു എക്സാമ്പിൾ ആയിരുന്നു ഈ ഒരു സിനിമ. അപ്പൊ പൊതുവേ സോഷ്യൽ മീഡിയയിൽ ഒരു ഡയലോഗ് ഉണ്ട്, മമ്മൂട്ടി എന്ന നടന്റെ ശബ്ദമിടറിയാൽ കണ്ടിരിക്കുന്ന പ്രേക്ഷകനും വിഷമമാവുമെന്ന്. ആക്ച്വലി ആ ഒരു സ്റ്റേറ്റ്മെന്റിലൊന്നും എനിക്ക് വിശ്വാസമില്ല. ആൻഡ് അതൊരു റിയാലിറ്റിക്ക് അപ്പുറത്തേക്ക് പ്രശംസ മാത്രമാണ്. ഞാൻ എന്റെ കാര്യം മാത്രമാണ് പറയുന്നത്. അപ്പൊ മമ്മൂട്ടിയുടെ പേര് കേട്ട സെന്റിമെന്റ് സീനുകൾ കാണുമ്പോൾ, ഫോർ എക്സാമ്പിൾ പപ്പയുടെ സ്വന്തം അപ്പൂസ്, പുള്ളി എന്ത് ഭംഗിയായിട്ടാണ് അത് അഭിനയിക്കുന്നത് എന്ന് തോന്നുകയല്ലാതെ അത് കാണുമ്പോൾ എനിക്ക് കരച്ചിലൊന്നും വരാറില്ല. പക്ഷേ പുട്ടുറുമീസിന്റെ കാര്യം അങ്ങനെയായിരുന്നില്ല. ഇതിലെ പുള്ളിയുടെ സെന്റിമെന്റ്സ് കണ്ടിട്ടല്ല, മറിച്ച് ഇന്നസെൻസ് കണ്ടിട്ടാണ് എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളത്. അതായത് അയാളുടെ ലോകം അമ്മയാണ്, അയാൾക്ക് അമ്മ മാത്രമേ ഉള്ളൂ, തിരിച്ച് അമ്മയ്ക്കും അയാൾ മാത്രമേ ഉള്ളൂ. പക്ഷേ അയാളുടെ ശരീരം വളർന്നെങ്കിലും മനസ്സ് വളർന്നിട്ടില്ല. ഈ ഒരു കാരണം കൊണ്ട് തന്നെ പ്രായം ഇത്രയായിട്ടും ഒരു സ്ഥലത്തും ആ അമ്മയ്ക്ക് സമാധാനത്തോടെ ഒരുപാട് കാലം ജീവിക്കാൻ സാധിക്കുന്നില്ല. തന്റെ മകൻ കാരണം ആ വയ്യാത്ത പ്രായത്തിലും അവർ പുതിയ പുതിയ നാടുകളിലേക്ക് പോവേണ്ടി വരുന്നു. പക്ഷെ അപ്പോഴും നായകന്റെ അവസ്ഥ കാരണം കാണുന്ന പ്രേക്ഷകർക്ക് പൂർണ്ണമായും നായകനെ തള്ളിക്കളയാനും സാധിക്കില്ല. ഇതിനോടൊപ്പം ഓരോ രംഗത്ത് അമ്മ എനിക്ക് പുട്ടുണ്ടാക്കി തരുവോ, ഇറച്ചിക്കറിയും വേണം, ഇനി ഞാൻ അങ്ങനെ ചെയ്യില്ല അമ്മേ, സത്യമായിട്ടും ചെയ്യില്ല, എന്നെ പൊട്ടാന്ന് വിളിക്കല്ലേ അമ്മേ, ഇങ്ങനെ ചില ഡയലോഗുകൾ കൂടി മമ്മൂട്ടിയിൽ നിന്ന് വരുമ്പോൾ, പ്രത്യേകിച്ച് ഒട്ടും പൗരുഷമില്ലാത്ത പുള്ളിയുടെ വോയിസ് മോഡുലേഷനിൽ ആ ഒരു ഡയലോഗുകൾ വരുമ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കര വിഷമം തോന്നും. അയാൾ വേണമെന്ന് വെച്ച് ചെയ്യുന്നതല്ല, മനസ്സ് ചെറുതാണെങ്കിലും അയാളുടെ ശരീരം അത്രയ്ക്ക് സ്ട്രോങ് ആണ്. അതിന്റെ ഫലമായാണ് പല പ്രശ്നങ്ങളും ഉണ്ടാവുന്നത്. ഇനി കാലം ഇത്ര കഴിഞ്ഞിട്ടും ഈ ഒരു സിനിമ കണ്ട വിഷമം എന്നെ ഇപ്പോഴും വിട്ടുമാറാത്തതിന്റെ ഒരു കാരണം, ഇന്നെന്റെ തൊഴിലിന്റെ ഭാഗമായി വൈകല്യങ്ങളുള്ള, പ്രത്യേകിച്ച് മാനസിക വൈകല്യങ്ങളുള്ള കുട്ടികളുടെ മാതാപിതാക്കളെ ഞാൻ കാണേണ്ടി വരാറുണ്ട്. അവരെ കാണുമ്പോൾ എന്റെ മനസ്സിലേക്ക് വരുന്ന ആദ്യത്തെ കാര്യം ഇതാണ്, അവര് സ്വന്തം മക്കളെ ഏറ്റവും നന്നായി നോക്കുന്നുണ്ട്, പക്ഷെ അവരുടെ കാലശേഷം ഇവരാരും നോക്കും. ഞാൻ സത്യം പറഞ്ഞ ആ സമയത്തൊക്കെ ഞാൻ ഈ ഒരു സിനിമയും ഓർക്കാറുണ്ട്. ഇതിൽ അമ്മയില്ലാതെ അയാൾക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. മേ ബി ആ ഒരു സത്യം മനസ്സിലാക്കിയത് കൊണ്ടാവാം പണ്ട് ഇതിന്റെ ക്ലൈമാക്സിൽ മമ്മൂട്ടി മരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ലായിരുന്നെങ്കിലും ആക്ച്വലി അത് അങ്ങനെ തന്നെയാണ് വേണ്ടത്. കാരണം ആ അമ്മയോളം ആരും പുട്ടുറുമീസിനെ നോക്കില്ല, സഹിക്കില്ല. അതുകൊണ്ട് തന്നെ ആ അമ്മയുടെ കാലശേഷം അയാളുടെ ജീവിതം എന്ത് എന്ന് ചോദിക്കുന്നതിന് മുൻപ് എഴുത്തുകാരൻ അയാളെ ഇല്ലാതെയാക്കി.